ഏതു സാലഡിനും നല്ല ടേസ്റ്റ് കൊടുക്കുന്നതിൽ ഡ്രസ്സിങ്ങിൻ്റെ പങ്ക് വലുതാണ്. അത്തരം ഒരു ടേസ്റ്റി ഹെൽത്തി പ്രോട്ടീൻ സാലഡ്, അതും സാധാരണ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാം. ചോറിനും ചപ്പാത്തിക്കും പകരമായി കഴിക്കാവുന്ന ഈ സാലഡ് അമിതവണ്ണം കുറയ്ക്കാനും ഒരു ഹെൽത്തി ബോഡി ഉണ്ടാക്കുന്നതിനും സഹായിക്കുന്ന ഒരു ഘടകമാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ഒരു ബൗളിലെടുക്കുക. കൂടെ 1/2 ടീസ്പൂണ് ചിയാ സീഡും കൂടെ ഇതിലേക്കിട്ട് മിക്സ് ചെയ്യുക. ചിയാ സീഡ് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഇത് മാറ്റി വെക്കുക. അടുത്തായിട്ട് 1 കപ്പ് വെന്ത കടല, അത് ഏത് കടലയാണേലും സാരമില്ല, അത് റെഡിയാക്കി വെക്കുക. ഇനി ചൂടായ ഒരു പാനിൽ 1 ടീസ്പൂൺ ബട്ടറോ നെയ്യോ ഒലിവ് ഓയിലോ അതുമല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇടുക. കൂടെ ചതച്ചതോ ഗ്രേറ്റ് ചെയ്തതോ ആയ 2-3 വെളുത്തുള്ളി എല്ലും കൂടി ഇട്ട് കുറച്ച് നേരം ഇത് റോസ്റ്റ് ആക്കുക. അതൊന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിളക്കുക. കുരുമുളക് പൊടി ഇട്ട ശേഷം ഇതിലേക്ക് വെന്ത കടലയിട്ട് നന്നായി ഇളക്കുക. 1/2 മിനിറ്റ് കഴിയുമ്പോൾ കടലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് ഇളക്കി ഫ്ലെയിം ഓഫാക്കുക. അടുത്തതായിട്ട് മിക്സിംഗ് ബൗളിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന കുക്കുംബർ, സബോള, അതുപോലെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, അരിഞ്ഞ മല്ലിയില എല്ലാം കൂടി മിക്സ് ആക്കുക. വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളതൊക്കെ ആഡ് ചെയ്യാം. ഈ സമയം ചിയാ സീഡൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുക. കൂടെ 1 നാരങ്ങയുടെ ജ്യൂസും 1 ടീസ്പൂൺ തേനും കൂടെ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലവണ്ണം ഇളക്കുക. നമ്മൾ നേരത്തെ കടലയ്ക്കൊക്കെ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. തേൻ താല്പര്യമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. എന്നാൽ എരിവും പുളിയും ചെറിയ മധുരവും എല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നല്ലവണ്ണം ഇളക്കി മാറ്റി വെക്കുക. ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് റോസ്റ്റഡ് കടല ഇടുക. എല്ലാം കൂടി മിക്സ് ആക്കുക. അതുപോലെ ഡ്രസ്സിങ് ഇട്ട് നന്നായി ഇളക്കുക. സാലഡ് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുൻപായി ഡ്രസ്സിങ് വെജിറ്റബിൾസിൽ മിക്സ് ആക്കുന്നതാണ് നല്ലത്. ഇവിടെ ടേസ്റ്റിയായ സാലഡ് റെഡിയായി. എന്നാൽ ഞാൻ കുറച്ച് പംകിൻ സീഡ് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഏത് സീഡ്സ് ഉണ്ടെങ്കിലും ഇതിനകത്ത് ചേർക്കാം. വെജിറ്റബിൾസും കാർബും പ്രോട്ടീനും എല്ലാം കൂടി ചേർന്ന ഹെൽത്തി ടേസ്റ്റി സാലഡ് റെഡിയായി. ലഞ്ചായോ ഡിന്നറായോ കഴിക്കാവുന്ന ഈ സാലഡിൽ കടല പുഴുങ്ങി ഡയറക്റ്റ് വേണേലും ചേർക്കാം. എന്നാൽ റോസ്റ്റായി ചേർത്ത് കഴിയുമ്പോൾ വേറൊരു വെറൈറ്റി ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും പകരമായി കഴിക്കാവുന്ന ഈ സാലഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.